വോട്ടിംഗ് യന്ത്രത്തിലെ പേര് മാറ്റണമെന്ന തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥിയുടെ ആവശ്യം പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അഞ്ജലി നായർ എന്ന പേര് വേണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയാണെന്നും കോടതി വിമർശിച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ വിവരങ്ങളുമായി. വിഷ്ണു പറയൂ. സുഹൈല, ഇന്നലെയാണ് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഔദ്യോഗിക പേര് അഞ്ജലി PV എന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പോസ്റ്ററുകളിലും ഒക്കെ തന്റെ പേര് അഞ്ജലി നായർ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ EVM മെഷീനിൽ അഞ്ജലി നായർ എന്ന പേര് വേണമെന്ന വരണാധികാരിയോട് ആവശ്യപ്പെട്ടെങ്കിലും അതുണ്ടായില്ല. അത് കോടതി പരിഗണിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അഞ്ജലി നായർ എന്ന പേര് EVM മെഷീനിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം ഇപ്പോൾ വരണാധികാരിക്ക് നൽകിയിട്ടുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ചില വിമർശനങ്ങൾ ഈ അപര സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒന്നാണ് ഈ അപര സ്ഥാനാർത്ഥികൾ. അപരന്മാരെ നിയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കുന്നതാണ്. അപര സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നത് തടയണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ്, നിരീക്ഷണങ്ങളാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ രാഷ്ട്രീയ കക്ഷികളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അത് പിന്നാലെയാണ് ജുഡീഷ്യറിയുടെ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ അതിരൂക്ഷ വിമർശനം ഈ അപര സ്ഥാനാർത്ഥികൾക്കെതിരെ വന്നിരിക്കുന്നത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.